ഹലോ ഗൈസ്, അപ്പം ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്ന ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉപ്പേരിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ ചുണങ്ങിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതൊന്ന് ചുണങ്ങിയിട്ട് കുറച്ച് കാണിച്ചു തരാം. പിന്നെ ഞാൻ എല്ലാം മുറിച്ചിട്ടതിൻ്റെ ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ ഈ കറുത്ത പോലത്തെ ഈ ബ്രൗൺ കളറുള്ള തോല് അത് ഞാൻ കളയുന്നില്ല, അത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കളയാൻ നിൽക്കുന്നില്ല. ഇങ്ങനെ നാലാക്കി കീറി ഇതാ ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പം നമ്മൾ അങ്ങനെയെല്ലാം നമുക്ക് ആക്കി എടുത്തിട്ട് വരാം. എല്ലാവരും ചായയെല്ലാം കുടിച്ചോ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഇവിടെ ഇപ്പം മഴ പെയ്ത് തോർന്നു. രാവിലെയെല്ലാം ചെറിയ വെയിലായിരുന്നു, ഇപ്പോൾ ഒരു മഴ പെയ്തു, എന്നിട്ട് തോർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എൻ്റെ അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. കുറേ പരിപാടി ഉണ്ടായിരുന്നു, ഇസ്തിരി ഇടാനുണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് കഴിഞ്ഞ് എന്നിട്ടാണിപ്പം ചോറായി. അപ്പോൾ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ചോറും കറിയായി. എന്നിട്ട് അലക്കേണ്ട പരിപാടിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. നിങ്ങളെല്ലാം എല്ലാ പരിപാടിയായോ? എല്ലാവർക്കും ഓരോ പരിപാടി ഉണ്ടാവുമല്ലോ വീട്ടിൽ. ചോറും കറിയും വെക്കണം, എന്തെല്ലാം പണിയുണ്ട് വീട്ടിൽ, കുറേ പരിപാടിയുണ്ട്. ഇങ്ങനെയാണ് ഞാനിത് മുറിച്ചിടുന്നത്. ഉപ്പേരിക്ക് നാലാക്കി കീറിയിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്യുക. ഇതിലും ചെറുതാക്കി വേണ്ടിയിട്ട് അങ്ങനെയാക്കാം. നല്ലോണം വേവുന്ന കുരുവാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാക്കി, അധികം ചെറുതാക്കാൻ നിന്നിട്ടില്ല. എങ്ങനെയായാലും ഇത് വെന്തോളും. ഇതാ ഗൈസ്, കണ്ടല്ലോ. അപ്പം ഞാൻ എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതല്ലേ നല്ലത്. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ ഇത്രയാണ് മുറിച്ചിട്ടിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ എടുത്ത ചക്കക്കുരു. അപ്പം ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് വെക്കാൻ നോക്കാം. ഞാൻ വെക്കുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, അതാണ് നല്ലത്. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ ചക്കക്കുരുവെല്ലാം കഴുകിയെടുത്ത് വന്ന് കുറച്ച് തേങ്ങ ചിരയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ആക്കാൻ നോക്കാം. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. പാൻ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച്, ഞാനിത് വറവിലിട്ടിട്ടാണ് ആക്കുന്നത്, ആയി കഴിഞ്ഞിട്ട് വറവിടുന്നല്ല. ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. ആയിക്കഴിഞ്ഞിട്ട് വറവിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെയാണ് വെക്കുന്നത്. ഇതാകുമ്പോൾ പണി വേഗം കഴിഞ്ഞു, എല്ലാം ഒരുമിച്ചായി. പിന്നെ ഒരു വറവിൻ്റെ ആവശ്യമില്ല, അതാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കടുകെ വേഗം പൊട്ടിക്കോളൂ, നമ്മൾക്ക് വേഗം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചക്കക്കുരു അതിലേക്കിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് മഞ്ഞളും മുളകും ഇട്ട് വേവിക്കുക. ഇതാണ് പരിപാടി.
കഴുകിനെല്ലാം പൊട്ടാനിപ്പം താമസമാണ്. എന്തേ കടുകേ പൊട്ടാത്തത്? പൊട്ടുന്നുണ്ട്. അപ്പോൾ വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് അപ്പം ഞാൻ ചക്കക്കുരു അപ്പോൾ ഈ ചക്കക്കുരു വേവാനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഇളക്കി അരച്ച് വെക്കാം നമുക്ക്. അപ്പം അത് അവിടുന്ന് വേവട്ടെ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ട്. നന്നാക്കി കൂട്ടിട്ട് അപ്പം നമുക്ക് അടച്ചു വെക്കാം. അപ്പം ഇത് നമുക്ക് വെന്തതിൻ്റെ ശേഷം കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ചക്കക്കുരുവെല്ലാം വെന്തോ നോക്കാം. ചക്കക്കുരു ഓക്കെ, ചക്കക്കുരുവെല്ലാം വെന്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് വാങ്ങാം. അപ്പോൾ അപ്പോഴത്തേക്ക് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും. ചക്കക്കുരു വെന്തിരിക്കുന്നുണ്ട്. 1 മിനിറ്റ് മാത്രം വെക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ട് വാങ്ങാം. അപ്പോൾ എല്ലാം റെഡിയായി. ഇല്ല, നല്ല അടിപൊളി ചക്കക്കുരു ഉപ്പേരി. അപ്പോൾ ഞാനിതാ ഗൈസ് തേങ്ങ ഇടുന്നുണ്ട്. കറിവേപ്പിലയും ഉണ്ട് തേങ്ങേൻ്റെ കൂട്ടത്തിൽ. ഇതാ നമ്മളെ ചക്കക്കുരു ഉപ്പേരി ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. വെറുതെ ചായക്ക് എല്ലാം നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒന്നും പറയാനില്ല. അടിപൊളി ചക്കക്കുരു ഉപ്പേരി ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെയാണോ വെക്കലെന്നറിയില്ല. ഞാൻ വെക്കുന്ന മാതിരിയാണ് ഞാൻ കാണിച്ചത്. പിന്നെ തേങ്ങ ചതുക്കിയിട്ടിട്ടും ഉപ്പേരി വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചക്കക്കുരു എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ് ഗൈസ്. വളരെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം വീഴുന്ന ചക്കക്കുരു വേണത്. അപ്പോൾ ഇതാണ്ട് ചക്കക്കുരു ഉപ്പേരി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.